ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത് 2025 PSC ചോദിച്ചിട്ടുള്ള മുഴുവൻ കറണ്ട് അഫയേഴ്സുമാണ് ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത്. ഏതായാലും ക്ലാസ്സിലേക്ക് പോകാം. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 2025 ജനുവരി 19 2025 ജനുവരി 19 ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം. അതുപോലെ 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ ഡി ആണ്. കെ അരവിന്ദാക്ഷനാണ്. 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? കെ അരവിന്ദാക്ഷനാണ്. 2024 ഓടക്കുഴൽ അവാർഡ് കെ അരവിന്ദാക്ഷൻ ഗോപ എന്ന കവിതയ്ക്കാണ് ലഭിച്ചത്. 2023 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഗോപികൃഷ്ണൻ. തൻ്റെ കവിത മാംസഭൂജിയാണ് എന്ന് പറയുന്ന കവിതയ്ക്കാണ് ഗോപികൃഷ്ണന് 2023 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ഓപ്ഷൻ എ ആണ്. മാധവ് ഗാഡ്ഗിലിനാണ്. 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ എ ആണ്. മാധവ് ഗാഡ്ഗിലിനാണ് 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യയുടെ റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ഓപ്ഷൻ എ ആണ്. സഞ്ജയ് മൽഹോത്രയാണ്. ഇന്ത്യയുടെ റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. അതുപോലെ ഇപ്പോഴത്തെ ലോക ബാങ്ക് പ്രസിഡൻ്റ് ആരാണ്? ഓപ്ഷൻ ബി ആണ്. അജയ് ബംഗയാണ്. ഇപ്പോഴത്തെ ലോക ബാങ്ക് പ്രസിഡൻ്റ് ആരാണ്? ഓപ്ഷൻ ബി ആണ്. അജയ് ബംഗയാണ്. അടുത്ത ചോദ്യം, സെൻട്രൽ വിസ്ത പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായി ബന്ധപ്പെട്ടാണ്? പാർലമെൻറ്റ് സമുച്ചയ നിർമ്മാണവുമാണ്. സെൻട്രൽ വിസ്ത പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാർലമെൻറ്റ് സമുച്ചയ നിർമ്മാണം. അതുപോലെ 2024 പ്രഖ്യാപിച്ച 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? പൃഥ്വിരാജിനെയാണ്. 2024 പ്രഖ്യാപിച്ച 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? പൃഥ്വിരാജിനെയാണ്. അപ്പോൾ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ്? മികച്ച നടൻ പൃഥ്വിരാജാണ്. മികച്ച നടി ആരാണ്? ഊർവശിയാണ് മികച്ച നടി. മികച്ച നടി 2 പേരുണ്ട്. ഒന്ന് ബീന ആർ ചന്ദ്രനാണ്. അപ്പോൾ മികച്ച നടിമാർ 2 പേരുണ്ട്. ഒന്ന് ഊർവശിയും ഒന്ന് ബീന ആർ ചന്ദ്രനുമാണ്. അടുത്തത് മികച്ച സംവിധായകൻ ആരാണ്? ബ്ലസ്സിയാണ്. മികച്ച സംവിധായകൻ ആരാണ്? ബ്ലസ്സിയാണ്. അതുപോലെ മികച്ച ഗായകൻ ആരാണ്? വിദ്യാധരൻ മാസ്റ്ററാണ്. മികച്ച ഗായകൻ വിദ്യാധരൻ മാസ്റ്ററാണ്. അതേപോലെ മികച്ച ഗായിക ആരാണ്? ആൻ ആമിയാണ് മികച്ച ഗായികയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ മികച്ച നടൻ പൃഥ്വിരാജ്. 2024 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടൻ ആരാണ്? പൃഥ്വിരാജാണ്. മികച്ച നടി ആരാണ്? ഊർവശിയാണ്. മികച്ച നടി 2 പേരുണ്ട്. ബീന ആർ ചന്ദ്രനും ഊർവശിയുമാണ് മികച്ച നടിമാർ. അതുപോലെ മികച്ച സംവിധായകൻ ആരാണ്? ബ്ലസ്സിയാണ്. മികച്ച ഗായകൻ വിദ്യാധരൻ മാസ്റ്ററാണ്. മികച്ച ഗായിക ആരാണ്? ആൻ ആമിയാണ്. മികച്ച സിനിമ ഏതാണ്? മികച്ച സിനിമ മമ്മൂട്ടി നായകനായ കാതൽ ദി കോറാണ്. മമ്മൂട്ടി നായകനായ കാതൽ ദി കോറാണ് മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ബി ആണ്. മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറാണ്. മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറാണ് മികച്ച സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. അതുപോലെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ആരാണ്? ഡോക്ടർ എം സത്യനാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ആരാണ്? ഡോക്ടർ എം സത്യനാണ്. അതേപോലെ സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡൻ്റ് ആരാണ്? അശോക് ചരുവിൽ ആണ്. സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡൻ്റ് ആരാണ്? അശോക് ചരുവിൽ ആണ്. അതുപോലെ ഫോക്ലോർ അക്കാദമി ചെയർപേഴ്സൺ ആരാണ്? ഫോക്ലോർ അക്കാദമി ചെയർപേഴ്സൺ OS ഉണ്ണികൃഷ്ണനാണ്. ഫോക്ലോർ അക്കാദമി ചെയർപേഴ്സൺ ആരാണ്? OS ഉണ്ണികൃഷ്ണനാണ്. അതുപോലെ ലളിതകലാ അക്കാദമി ചെയർമാൻ ആരാണ്? മുരളി ചീരോത്താണ്. ലളിതകലാ അക്കാദമി ചെയർമാൻ ആരാണ്? മുരളി ചീരോത്താണ്.
നിലവിലെ കേന്ദ്ര പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ ഡി ആണ് കിരൺ റിജിജു ആണ്. നിലവിലെ കേന്ദ്ര പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ്? കിരൺ റിജിജു ആണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? ഓപ്ഷൻ ബി ആണ് NS മാധവനാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? ഓപ്ഷൻ ബി NS മാധവനാണ്. കേരളത്തിലെ പരമോന്നത സാഹിത്യ ബഹുമതിയായ 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആരാണ്? SK വസന്തനാണ്. അപ്പോൾ 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവനാണെങ്കിൽ 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തനാണ്. SK വസന്തനാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. കേരളത്തിലെ പരമോന്നത സാഹിത്യ ബഹുമതിയായ 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? A സേതുമാധവനാണ്. അപ്പോൾ 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് A സേതുമാധവന്. അതേപോലെ 2023 SK വസന്തൻ. അതുപോലെ 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? NS മാധവനാണ്. ലോക പരിസ്ഥിതി ദിനത്തിൽ 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഓപ്ഷൻ ഡി മൂന്നാമത് ഏതാണ്? സൗദി അറേബ്യ. അപ്പം ലോക പരിസ്ഥിതി ദിനാചരണത്തിൽ 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? സൗദി അറേബ്യയാണ്. മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ഇവിടെ ഏതാണ്? മൂന്നാമതുള്ള ആൻസറാണ് ഓപ്ഷൻ എ ആയിട്ട് വരുന്നത്. മൂന്നാമതായിട്ടുള്ള നൈജീരിയയാണ്. അപ്പോൾ മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? നൈജീരിയയാണ് MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം. ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി ആരാണ്? ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി ആരാണ്? ഓപ്ഷൻ ബി ആണ് പങ്കജ് ചൗധരിയാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി പങ്കജ് ചൗധരിയാണ്. ആട്ടിടയന്മാരുടെ താഴ്വര വാലി ഓഫ് ഷെഫേർഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഓപ്ഷൻ സി ആണ് പഹൽഗാമാണ്. ആട്ടിടയന്മാരുടെ താഴ്വര അല്ലെങ്കിൽ വാലി ഓഫ് ഷെഫേർഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഓപ്ഷൻ ബി പഹൽഗാമാണ് ആട്ടിടയന്മാരുടെ താഴ്വര എന്നറിയപ്പെടുന്ന സ്ഥലം അല്ലെങ്കിൽ വാലി ഓഫ് ഷെഫേർഡ്. അടുത്ത ചോദ്യം, ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധത്തിനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിൻ്റെ പേര് എന്താണ്? ഓപ്ഷൻ സി ആണ്. S-400 ട്രിംഫ് ആണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധത്തിനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിൻ്റെ പേര് എന്താണ്? S-400 ട്രിംഫ് ആണ്. ഷിംല കരാർ ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ്? ഓപ്ഷൻ എ ആണ് ഇന്ത്യ പാകിസ്ഥാൻ. ഷിംല കരാർ ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ്? ഇന്ത്യ പാകിസ്ഥാൻ. 2024 ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ്? 2024 ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ ആണ് വിക്രം മിശ്രിയാണ്. 2024 ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ വിക്രം മിശ്രിയാണ്. 2025 മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയായിരുന്നു? 2025 മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയായിരുന്നു?
ഓപ്ഷൻ ഡി ആണ്. ആരൊക്കെയാണ്? കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ്. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ്. വ്യോമിക സിംഗ്. അപ്പം 2025 മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂരിനെ കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയായിരുന്നു? ഓപ്ഷൻ ഡി. ആരൊക്കെയാണ്? കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? ഓപ്ഷൻ എ ആണ്. 2025 മെയ് 2. 2025 മെയ് 2 വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത്. വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖമാണ് ഇത്. വിഴിഞ്ഞം ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖമാണ് വിഴിഞ്ഞം. 18 to 22 മീറ്റർ വരെയാണ് ഇതിൻ്റെ ആഴം. ഇന്ത്യയുടെ ആദ്യ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമാണ് ഇത്. വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. താലൂക്ക് എവിടെയാണ്? വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിലാണ്. താലൂക്ക് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയാണ്. ലൊക്കേഷൻ കോഡ് എന്താണ്? INTRV 01 എന്നാണ്. IN സൂചിപ്പിക്കുന്നത് ഇന്ത്യ, TRV തിരുവനന്തപുരം. അപ്പോൾ ലൊക്കേഷൻ കോഡ് INTRV 01 എന്നാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ലൊക്കേഷൻ കോഡ്. തറക്കല്ലിട്ടത് 2015 ഡിസംബർ 5 ഉമ്മൻചാണ്ടിയാണ് വിഴിഞ്ഞം തുറമുഖത്തിന് തറക്കല്ലിട്ടത്. ഇത് ഉദ്ഘാടനം ചെയ്തത് 2023 ഒക്ടോബർ 15 പിണറായി വിജയനാണ് വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തത്. കമ്മീഷൻ ചെയ്തത് 2025 മെയ് 2 നരേന്ദ്രമോദിയാണ് കമ്മീഷൻ ചെയ്തത്. അപ്പോൾ വിഴിഞ്ഞം തുറമുഖം തറക്കല്ലിട്ടത് ഉമ്മൻചാണ്ടിയും 2015 ഡിസംബർ 5 ഉമ്മൻചാണ്ടിയാണ് തറക്കല്ലിട്ടത്. ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് പിണറായി വിജയനാണ്. 2023 ഒക്ടോബർ 15 പിണറായി വിജയൻ വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തത്. ഇത് കമ്മീഷൻ ചെയ്തത് ആരാണ്? 2025 മെയ് 2 നരേന്ദ്രമോദി, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്തത്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്മെൻറ്റ് തുറമുഖം ഏതാണ്? വിഴിഞ്ഞമാണ്. അതേപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമാറ്റഡ് തുറമുഖം ഏതാണ്? വിഴിഞ്ഞമാണ്. അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖം ഏതാണ്? വിഴിഞ്ഞം തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ബ്രേക്ക് വാട്ടർ എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? വിഴിഞ്ഞം തുറമുഖമാണ്. ആദ്യത്തെ കപ്പൽ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ ആദ്യത്തെ കപ്പൽ ഏതാണ്? ഷെൻഹുവ 15 രണ്ടാമത്തെ കപ്പൽ ഏതാണ്? ഷെൻഹുവ 29 ആദ്യത്തെ മദർഷിപ്പ് ഏതാണ്? സാൻ ഫെർണാണ്ടോ ആണ്. അതുപോലെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ CEO ആരാണ്? ശ്രീകുമാർ കെ നായരാണ്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ CEO ആരാണ്? ശ്രീകുമാർ കെ നായരാണ്. അതുപോലെ ഇതിൻ്റെ MD ആരാണ്? വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ MD ആരാണ്? ദിവ്യ S അയ്യറാണ്. അപ്പം വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ ആദ്യത്തെ കപ്പൽ ഏതാണ്? ഷെൻഹുവ 15. അതുപോലെ രണ്ടാമത്തെ കപ്പൽ ഏതാണ്? ഷെൻഹുവ 29. അതുപോലെ ആദ്യത്തെ മദർഷിപ്പ് ഏതാണ്? സാൻ ഫെർണാണ്ടോ. അതുപോലെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ CEO ആരാണ്? ശ്രീകുമാർ കെ നായരാണ്. അതേപോലെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ MD ആരാണ്? ദിവ്യ S അയ്യരാണ്. ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിൻ്റെ ലക്ഷ്യം ഓപ്ഷൻ ബി ആണ്. മ്യാൻമാറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. മ്യാൻമാറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. അടുത്തത് ഓപ്പറേഷൻ സിന്ധു എന്താണ്? ഇസ്രായേൽ ഇറാൻ സംഘർഷമാണ്. അതായത് ഓപ്പറേഷൻ സിന്ധു ഇസ്രായേൽ ഇറാൻ സംഘർഷം. അതേപോലെ ഓപ്പറേഷൻ ബ്രഹ്മ മ്യാൻമാറിലെ ഭൂചലനം. ഓപ്പറേഷൻ അജയ് എന്താണ്? ഇസ്രായേൽ, അതായത് ഇസ്രായേലിൽ നിന്നുള്ള ഇന്ത്യക്കാരെ
ഇന്ത്യയിലെത്തിക്കുന്ന ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അജയ്. അത് ഇസ്രായേൽ എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓപ്പറേഷൻ ഗംഗ എന്താണ്? റഷ്യൻ ഉക്രൈൻ യുദ്ധമാണ്. ഓപ്പറേഷൻ ഗംഗ എന്താണ്? റഷ്യൻ ഉക്രൈൻ യുദ്ധം. അതായത് റഷ്യൻ ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈനിൽ നിന്നുള്ള ഇന്ത്യക്കാരെ ഇന്ത്യയിലെത്തിക്കുന്ന ഒരു ഓപ്പറേഷനായിരുന്നു ഓപ്പറേഷൻ ഗംഗ എന്ന് പറയുന്നത്. അതുപോലെ ഓപ്പറേഷൻ കാവേരി സുഡാനാണ്. ഓപ്പറേഷൻ കാവേരി എന്താണ്? സുഡാനാണ്. അതുപോലെ ഓപ്പറേഷൻ ഇന്ദ്രാവതി ഏതാണ്? ഹെയ്ത്തിയാണ്. ഓപ്പറേഷൻ ഇന്ദ്രാവതി ഏതാണ്? ഹെയ്ത്തിയാണ്. അപ്പം ഓപ്പറേഷൻ സിന്ധു ഇസ്രായേൽ ഇറാൻ സംഘർഷം, ഓപ്പറേഷൻ ബ്രഹ്മ മ്യാൻമറിലെ ഭൂചലനം, അതുപോലെ ഓപ്പറേഷൻ അജയ് എന്താണ്? ഇസ്രായേൽ, അതുപോലെ ഓപ്പറേഷൻ ഗംഗ റഷ്യൻ ഉക്രൈൻ യുദ്ധമാണ്, അതുപോലെ ഓപ്പറേഷൻ കാവേരി സുഡാനാണ്, ഓപ്പറേഷൻ ഇന്ദ്രാവതി ഹെയ്ത്തിയാണ്. ഓപ്പറേഷൻ സുരംഗ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരകാശിയിലെ സിൽക്യാര തുരങ്കത്തിൽ കുടുങ്ങിയ തൊഴിലാളികളെ പുറത്തെത്തിക്കാനായി നടത്തിയ രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ സുരംഗ്. ഉത്തരകാശിയിലെ സിൽക്യാര തുരങ്കത്തിൽ കുടുങ്ങിയ തൊഴിലാളികളെ പുറത്തെത്തിക്കാനായി നടത്തിയ രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ സുരംഗ്. അതുപോലെ ഓപ്പറേഷൻ ദോസ്തി എന്താണ്? സിറിയ തുർക്കി ഭൂകമ്പ ബാധിത മേഖലയിൽ ഇന്ത്യ നടത്തുന്ന രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ദോസ്തി എന്നറിയപ്പെടുന്നത്. സിറിയ തുർക്കി ഭൂകമ്പ ബാധിത മേഖലയിൽ ഇന്ത്യ നടത്തുന്ന രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ദോസ്തി എന്നറിയപ്പെടുന്നത്. ഓപ്പറേഷൻ ഹോപ്പ് എന്താണ്? 2023 മെയ്യിൽ ആമസോൺ വനത്തിലകപ്പെട്ട കുട്ടികളെ രക്ഷപ്പെടുത്താൻ കൊളംബിയൻ സൈന്യം നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ ഹോപ്പ് എന്ന് പറയുന്നത്. 2023 മെയ്യിൽ ആമസോൺ വനത്തിലകപ്പെട്ട കുട്ടികളെ രക്ഷപ്പെടുത്താൻ കൊളംബിയൻ സൈന്യം നടത്തിയ രക്ഷാദൗത്യമാണെന്ത്? ഓപ്പറേഷൻ ഹോപ്പ് എന്നറിയപ്പെടുന്നത്. 2024 ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി എന്താണ്? 1ഉം 4ഉം മാത്രം ശരി എന്നുള്ളതാണ് ആൻസർ. ഒന്നെന്താണ്? 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. 4ാമത്തെ എന്താണ്? 2009 ബ്രിക്സ് ഫസ്റ്റ് സബ്മിറ്റ് ചെയ്തത്. അപ്പം 2009 ബ്രിക്സ് ഫസ്റ്റ് സബ്മിറ്റ് ചെയ്തത്. 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. അടുത്തത്, ഈ സംഘടനയുടെ തുടക്കം 2006 റഷ്യ, ഇന്ത്യ, ബ്രസീൽ, ചൈന എന്നിവർ ചേർന്ന് ബ്രിക് എന്ന പേരിൽ ആരംഭിച്ചതാണ്. 2019 ദക്ഷിണാഫ്രിക്ക അംഗമായതോടെ ഇത് ബ്രിക്സ് ആയി മാറി. അപ്പം ഈ സംഘടന, ബ്രിക്സ് എന്ന് പറയുന്ന സംഘടന 2006 റഷ്യ, ഇന്ത്യ, ബ്രസീൽ, ചൈന എന്നിവർ ചേർന്നാണ് ബ്രിക് എന്ന് പറയുന്ന സംഘടന ആരംഭിച്ചത്. 2010 സൗത്ത് ആഫ്രിക്ക, ദക്ഷിണാഫ്രിക്ക ചേർന്നതോടെ ഇത് ബ്രിക്സ് ആയി മാറി. ഫസ്റ്റ് സബ്മിറ്റ് 2009 കസാൻ, റഷ്യ. 2024 16ാമത് ബ്രിക്സ് ഉച്ചകോടി നടന്നത്. കസാൻ, റഷ്യയിലാണ് നടന്നത്. അതുപോലെ പുതിയ അംഗങ്ങൾ ആരൊക്കെയാണ്? ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, UAE, ഇന്തോനേഷ്യ. അപ്പം ബ്രിക്സിലെ പുതിയ അംഗങ്ങൾ ആരൊക്കെയാണ്? ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, UAE, ഇന്തോനേഷ്യ. ഇത് ഓർക്കാൻ ഒരു കോഡ് എന്ന് പറഞ്ഞാൽ പുതിയതായി ചേർന്ന അംഗങ്ങൾ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെക്കാൻ ചെറിയൊരു കോഡ് എന്ന് പറഞ്ഞാൽ പുതിയതായി ചേർന്ന അംഗങ്ങളൊക്കെ മുസ്ലിം രാജ്യങ്ങളാണ്. ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, UAE, ഇന്തോനേഷ്യ. ഇത് മൊത്തം മുസ്ലിം രാഷ്ട്രങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. 2025 ഇന്ത്യയിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് ആരാണ്? ഓപ്ഷൻ സി ആണ്. പ്രബോവോ സുബിയാന്തോയാണ്. 2025 ഇന്ത്യയിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് പ്രബോവോ സുബിയാന്തോ. ഇന്തോനേഷ്യൻ പ്രധാനമന്ത്രിയാണ് പ്രബോവോ സുബിയാന്തോ. 2025 ഇന്ത്യയിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് പ്രബോവോ സുബിയാന്തോ ഇന്തോനേഷ്യൻ പ്രസിഡൻ്റാണ്, പ്രധാനമന്ത്രിയാണ്. അതുപോലെ എം ടി വാസുദേവൻ നായർ രചിച്ച 4 പ്രശസ്ത നോവലുകളുടെ
പേരുകൾ താഴെ കൊടുത്തിരിക്കുന്നു. ഓരോന്നിനും നേരെ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവയിൽ തെറ്റായി ജോഡിയാക്കിയത് ഏതാണെന്ന് തിരിച്ചറിയുക. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്. സി തെറ്റാണ്. ബാക്കി മൂന്നും ശരിയാണ്. രണ്ടാം ഊഴം കഥാപാത്രം ആരാണ്? ഭീമനാണ്. അതേപോലെ അസുരവിത്തിലെ പ്രധാന കഥാപാത്രം ആരാണ്? ഗോവിന്ദൻകുട്ടിയാണ്. കാലം എന്ന് പറയുന്ന നോവലിലെ കഥാപാത്രം ആരാണ്? സേതുവാണ്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? എം ടി വാസുദേവൻ നായരാണ്. 1933 അദ്ദേഹം ജനിച്ചത്. 2024 ഡിസംബർ 25 എം ടി വാസുദേവൻ നായർ മരിക്കുകയും ചെയ്തു. അപ്പം 1933 ജനനം, 2024 ഡിസംബർ 25 അദ്ദേഹം മരിച്ചു. വിക്ടോറിയ കോളേജിൽ ബിരുദത്തിന് പഠിക്കുമ്പോൾ രക്തം പുരണ്ട മൺതിരകൾ എന്ന ആദ്യ കഥാസമാഹാരം പുറത്തിറങ്ങി. അപ്പം വിക്ടോറിയ കോളേജിൽ ബിരുദത്തിന് പഠിക്കുമ്പോൾ രക്തം പുരണ്ട മൺതിരകൾ എന്ന ആദ്യ കഥാസമാഹാരം പുറത്തിറങ്ങി. അപ്പം ആദ്യ എം ടി വാസുദേവൻ നായരുടെ ആദ്യത്തെ കഥാസമാഹാരം ഏതാണ്? രക്തം പുരണ്ട മൺതിരകൾ എന്ന് പറയുന്നതാണ് എം ടി വാസുദേവൻ നായരുടെ ആദ്യ കഥാസമാഹാരം. പാതിരാവും പകൽ വെളിച്ചവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ നോവൽ ഏതാണ്? പാതിരാവും പകൽ വെളിച്ചവും. പക്ഷേ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നാലുകെട്ടാണ്. പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച എം ടി വാസുദേവൻ നായരുടെ നോവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ? നാലുകെട്ടാണ്. നാലുകെട്ട് പുറത്തിറങ്ങിയത് ഏത് വർഷമാണ്? 1958 നാലുകെട്ട് എന്ന് പറയുന്ന നോവൽ പുറത്തിറങ്ങിയത്. അപ്പം എം ടി വാസുദേവൻ നായരുടെ ആദ്യത്തെ നോവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാതിരാവും പകൽ വെളിച്ചവും. പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച നോവൽ, ആദ്യത്തെ നോവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ വരുന്നത്? നാലുകെട്ടാണ്. നാലുകെട്ട് ഇറങ്ങിയത് 1958. ആദ്യ നോവലിന് തന്നെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു. ആദ്യ നോവലിന് തന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 1973 ആദ്യമായി സംവിധാനം ചെയ്ത് നിർമ്മിച്ച നിർമാല്യം എന്ന ചിത്രത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ്ണപ്പതക്കവും ലഭിച്ചു. 1973 ആദ്യമായി സംവിധാനം ചെയ്ത് നിർമ്മിച്ച നിർമാല്യം എന്ന ചിത്രത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ്ണപ്പതക്കവും ലഭിച്ചു. കാലം എന്ന നോവലിന് 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. കാലം എന്ന നോവലിന് 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു. രണ്ടാം ഊഴം എന്ന നോവലിന് 1985 വയലാർ അവാർഡ് ലഭിച്ചു. രണ്ടാം ഊഴം എന്ന നോവലിന് 1985 വയലാർ അവാർഡും ലഭിച്ചു. വാനപ്രസ്ഥം എന്ന നോവലിന് 1993 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചു. വാനപ്രസ്ഥം എന്ന നോവലിന് 1993 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചു. അപ്പം കാലം എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. ഏത് വർഷമാണ്? 1970. രണ്ടാം ഊഴം എന്ന നോവലിന് വയലാർ അവാർഡ് ലഭിച്ചു 1985. അതുപോലെ വാനപ്രസ്ഥം എന്ന് പറയുന്ന നോവലിന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചു. ഏത് വർഷമാണ്? 1993. നിള നദിയെയും ചുറ്റുമുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളെയും കുറിച്ച് പലപ്പോഴായി എഴുതിയ ലേഖനങ്ങൾ ഏതാണ്? കണ്ണാന്തളിപ്പൂക്കളുടെ കാലം എന്ന് പറയുന്ന ലേഖനമാണ്. അപ്പോൾ നിള നദിയെയും ചുറ്റുമുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളെയും കുറിച്ച് പലപ്പോഴായി എഴുതിയിട്ടുള്ള ലേഖനങ്ങളാണ് കണ്ണാന്തളിപ്പൂക്കളുടെ കാലം എന്ന് പറയുന്ന ലേഖനം. മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് 1973 നിർമാല്യം എന്ന് പറയുന്ന ചിത്രത്തിലാണ്. മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചത് ഏതാണ്? നിർമാല്യം എന്ന് പറയുന്ന 1973 പുറത്തിറങ്ങിയ ചലച്ചിത്രത്തിനാണ് ദേശീയ പുരസ്കാരം അദ്ദേഹത്തിന് മികച്ച ചിത്രത്തിന് ലഭിച്ചത്. 1995 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. 1995 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. 2005 പത്മഭൂഷൺ ലഭിച്ചു. 2005 പത്മഭൂഷൺ ലഭിച്ചു. എഴുത്തച്ഛ പുരസ്കാരം 2011 ലഭിച്ചു. JC ഡാനിയൽ പുരസ്കാരം 2013 ലഭിച്ചു. അതുപോലെ 2022 ആദ്യ കേരള ജ്യോതി പുരസ്കാരവും ലഭിച്ചു.
2022 അദ്ദേഹത്തിന് ആദ്യ കേരള ജ്യോതി പുരസ്കാരവും ലഭിച്ചു. അതുപോലെ 2025 മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ചു. MT വാസുദേവൻ നായർക്ക് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ 2025 ലഭിച്ചു. അടുത്തത് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ഓപ്ഷൻ എ ആണ്, അന്റോണിയോ ഗുട്ടറസ് ആണ്. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? അന്റോണിയോ ഗുട്ടറസ് ആണ്. അന്റോണിയോ ഗുട്ടറസ് ആണ് ഇപ്പോഴത്തെ ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി, അന്റോണിയോ ഗുട്ടറസ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്കു വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, സി വിജിൽ എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതിനും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്കു വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? സി വിജിൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. 2024 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ്? 2024 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ്? ഓപ്ഷൻ സി ആണ്, എസ് സോമനാഥും അതേപോലെ ഭുവനേശ്വരിയുമാണ്. 2024 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ്? എസ് സോമനാഥ് അതേപോലെ ഭുവനേശ്വരി. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ ബി ആണ്, റോഷി അഗസ്റ്റിനാണ്. റോഷി അഗസ്റ്റിനാണ് കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി. ആരാണ്? റോഷി അഗസ്റ്റിനാണ്. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ആണ്, കസാൻ, റഷ്യയിലാണ്. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? കസാൻ, റഷ്യ. 16ാമത് ഉച്ചകോടിയാണ് 2024 നടന്നത്. അതെവിടെയാണ്? കസാൻ, റഷ്യ. 2024 സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരം നേടിയ സംഘടന ഏതാണ്? ഓപ്ഷൻ എ ആണ്, നിഹോൺ ഹിഡാൻക്യോ ആണ്. 2024 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ സംഘടന ഏതാണ്? ഓപ്ഷൻ എ നിഹോൺ ഹിഡാൻക്യോ ആണ്. നിഹോൺ ഹിഡാൻക്യോ എന്ന് പറയുന്ന സംഘടനയ്ക്കാണ് 2024 സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. അടുത്തത് 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം വിജയി ആരാണ്? ഓപ്ഷൻ ബി കാരിച്ചാൽ ചുണ്ടനാണ്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം വിജയി ആരാണ്? ഓപ്ഷൻ ബി കാരിച്ചാൽ ചുണ്ടൻ. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ വിജയി ആരാണ്? ഓപ്ഷൻ ബി കാരിച്ചാൽ ചുണ്ടനാണ്. 2025 പ്രഥമ ഖോ-ഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. 2025 പ്രഥമ ഖോ-ഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. അതുപോലെ മാധവ് ഗാഡ്ഗിലിൻ്റെ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ആരാണ്? ഓപ്ഷൻ സി ഡോക്ടർ MS സ്വാമിനാഥനാണ്. മാധവ് ഗാഡ്ഗിലിൻ്റെ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ആരാണ്? ഓപ്ഷൻ സി ഡോക്ടർ MS സ്വാമിനാഥനാണ്. അടുത്തത് തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞമാണ്. തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സംസ്ഥാന കുടുംബശ്രീ മിഷൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞം എന്ന ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം തിരികെ സ്കൂളിലേക്ക് എന്നാണ് കുടുംബശ്രീയുടെ ഒരു മിഷനാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ഒരു അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞമാണെന്ത്? തിരികെ സ്കൂളിലേക്ക് എന്ന് പറയുന്ന ശാക്തീകരണ ക്യാമ്പയിൻ. അടുത്ത ചോദ്യം, രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര് എന്താണ്? ഓപ്ഷൻ ഡി ആണ്, ഗണതന്ത്ര മണ്ഡപം എന്നാണ്.
രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേരെന്താണ്? ഗണതന്ത്ര മണ്ഡപം എന്നാണ് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര്. ഗണതന്ത്ര മണ്ഡപം. കേരള സർക്കാർ എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപം നൽകിയിട്ടുള്ള കേന്ദ്രീകൃത പോർട്ടലിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ ബി ഇ-സേവനം എന്നാണ്. കേരള സർക്കാർ എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപം നൽകിയിട്ടുള്ള കേന്ദ്രീകൃത പോർട്ടലിൻ്റെ പേരെന്താണ്? ഇ-സേവനം എന്നാണ്. നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഓപ്ഷൻ സി ശ്രീ വി ഹരിനായരാണ്. നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഓപ്ഷൻ സി ആണ്, ശ്രീ വി ഹരിനായരാണ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി ആണ്, NH-66 മുംബൈ ഗോവ. ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത് NH-66 ഏതാണ്? മുംബൈ ഗോവ. ഇന്ത്യയുടെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത് NH-66 മുംബൈ ടു ഗോവ. അതുപോലെ ലോക നഗര ദിനത്തിൽ യുനെസ്കോ 2023 പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം ഏതാണ്? ഓപ്ഷൻ ഡി കോഴിക്കോടാണ്. PSC നിരവധി തവണ 2024 ഈ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ലോക നഗരദിനത്തിൽ യുനെസ്കോ 2023 പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം ഏതാണ്? കോഴിക്കോടാണ്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് ആരാണ്? ഓപ്ഷൻ ബി ആണ്. ആരാണ്? EV രാമകൃഷ്ണനാണ്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് ആരാണ്? EV രാമകൃഷ്ണനാണ്. അടുത്തത് ChatGPTക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി ഇറ്റലിയാണ്. ChatGPTക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി ഇറ്റലിയാണ്. ChatGPTക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ഏതാണ്? ഇറ്റലി. സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, കൊൽക്കത്ത. സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? ഓപ്ഷൻ ബി കൊൽക്കത്തയാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരന്മാരാണ്? ഓപ്ഷൻ സി PR ശ്രീജേഷാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരം ആരാന്ന് ചോദിച്ചാൽ ആരാണ്? PR ശ്രീജേഷാണ്. ISRO നിർമ്മിക്കുന്ന ബഹിരാകാശത്തേക്ക് പോയി വരാൻ ഉപയോഗിക്കാവുന്ന വാഹനത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ ബി പുഷ്പകാണ്. ISRO നിർമ്മിക്കുന്ന ബഹിരാകാശത്തേക്ക് പോയി വരാൻ ഉപയോഗിക്കാവുന്ന വാഹനത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? പുഷ്പക് എന്നാണ്. ISRO നിർമ്മിക്കുന്ന ബഹിരാകാശത്തേക്ക് പോയി വരാൻ ഉപയോഗിക്കുന്ന വാഹനത്തിന് നൽകിയിരിക്കുന്ന പേര് എന്താണ്? പുഷ്പക് എന്നാണ്. ഇതിൽ ഏതാണ് ISROയുടെ ആദ്യ സൗരദൗത്യം? ഏതാണ്? ഒരുപാട് പരീക്ഷകൾ ചോദിച്ചാണ്. ആദിത്യ L1 ആണ്. ഇതിൽ ഏതാണ് ISRO ആദ്യ സൗരദൗത്യം? ISROയുടെ ആദ്യ സൗരദൗത്യം ഇതിൽ ഏതാണ്? ആദിത്യ L1 ആണ്. കേരളത്തിൽ ആദ്യമായി ISRO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്, തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ്. ഇതിൽ കേരളത്തിൽ ആദ്യമായി ISRO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ്.
2023 പുരുഷ വിഭാഗം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെൻറ്റിൽ 3-ാം സ്ഥാനത്ത് വന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ജപ്പാനാണ്. 2023 പുരുഷ വിഭാഗം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെൻറ്റിൽ 3-ാം സ്ഥാനത്ത് വന്ന രാജ്യം രാജ്യമാണ്. ഓർക്കുക, 3-ാം സ്ഥാനത്ത് വന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി, ജപ്പാനാണ്. US ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസയും ഇന്ത്യയുടെ ISROയും സഹകരിച്ച് നടത്തുന്ന ബഹിരാകാശ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന ഇന്ത്യൻ വിംഗ് കമാൻഡർ ആരാണ്? ഓപ്ഷൻ ബി ആണ്, ശുഭാൻഷു ശുക്ലയാണ്. US ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസയും ഇന്ത്യയുടെ ISROയും സഹകരിച്ച് നടത്തുന്ന ബഹിരാകാശ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന ഇന്ത്യയുടെ വിംഗ് കമാൻഡർ ആരാണ്? ശുഭാൻഷു ശുക്ലയാണ്. 2024 ഭൗമശാസ്ത്രത്തിനുള്ള നൊബേൽ ജോൺ ഹോപ്ഫീൽഡ് അതേപോലെ ജെഫ്രി ഹിൻടൺ എന്നിവർക്ക് ലഭിച്ചത് എന്ത് കണ്ടുപിടുത്തത്തിനാണ്? അതായത് 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ജോൺ ഹോപ്ഫീൽഡ് അതേപോലെ ജെഫ്രി ഹിൻടൺ എന്നിവർക്ക് ലഭിച്ചത് എന്ത് കണ്ടുപിടുത്തത്തിനാണ്? ഓപ്ഷൻ എ ആണ്, നിർമ്മിത ന്യൂറൽ ശൃംഖല അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിങ്ങിനാണ്. നിർമ്മിത ന്യൂറൽ ശൃംഖല അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിങ്ങിനാണ് 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ജോൺ ഹോപ്ഫീൽഡ് അതേപോലെ ജെഫ്രി ഹിൻടൺ എന്നിവർക്ക് ലഭിച്ചത്. അടുത്ത ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നതിൽ ഓപ്പറേഷൻ സുതാര്യത ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്പറേഷൻ സുതാര്യത ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഈ ഡിസ്ട്രിക്ട് എന്ന ഓൺലൈൻ പോർട്ടൽ സംവിധാനം വേണ്ട വിധം പ്രവർത്തിക്കുന്നില്ലെന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ സംസ്ഥാന വ്യാപക മിന്നൽ പരിശോധനയാണെന്ത്? ഓപ്പറേഷൻ സുതാര്യത. അപ്പം ചുവടെ കൊടുത്തിരിക്കുന്ന ഓപ്പറേഷൻ സുതാര്യത എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ ഡിസ്ട്രിക്ട് എന്ന ഓൺലൈൻ പോർട്ടൽ സംവിധാനം വേണ്ട വിധം പ്രവർത്തിക്കുന്നില്ല എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ സംസ്ഥാന വ്യാപക മിന്നൽ പരിശോധനയാണെന്ത്? ഓപ്പറേഷൻ സുതാര്യത. അപ്പോൾ ഈ ഓപ്പറേഷൻ സുതാര്യത എന്ന് കാണുമ്പോൾ വില്ലേജ് ഓഫീസ് ഓർത്താൽ മതി. അതുപോലെ പെൺകുട്ടികൾക്ക് സ്വയം രക്ഷയ്ക്കായി ആയോധന കലകളിൽ പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണെന്ന്? ഓപ്ഷൻ എ, കരുത്ത് എന്ന് പറയുന്നത്. പെൺകുട്ടികൾക്ക് സ്വയം രക്ഷയ്ക്കായി ആയോധന കലകളിൽ പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ കരുത്ത് എന്ന് പറയുന്നത്. അടുത്തത്, 2025 ജനുവരിയിൽ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട 3 യുദ്ധക്കപ്പലുകൾ ഒരുമിച്ച് കമ്മീഷൻ ചെയ്യപ്പെട്ടു. അവ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ്. ഏതൊക്കെയാണ്? INS നീലഗിരി, INS സൂററ്റ് അതേപോലെ INS വാഗ്ഷീർ. അപ്പോൾ INS നീലഗിരി, INS സൂറത്ത്, INS വാഗ്ഷീർ. INS സൂറത്ത്, INS നീലഗിരി അതേപോലെ INS വാഗ്ഷീർ 2025 ജനുവരിയിൽ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട 3 യുദ്ധക്കപ്പലുകൾ ഒരുമിച്ച് കമ്മീഷൻ ചെയ്യപ്പെട്ടു. അവ ഏതൊക്കെയാണ്? INS നീലഗിരി, INS സൂററ്റ്, INS വാഗ്ഷീർ. സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത്? സ്പേസ് എക്സ് ആണ്. സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത്? സ്പേസ് എക്സ് ആണ്. ഈ അടുത്ത് WCB പരീക്ഷയ്ക്ക് ഈ ചോദ്യം ചോദിച്ചിരുന്നു. സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത്? സ്പേസ് എക്സ് ആണ്. 2025 ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ്. 3ാമതാണ് തെറ്റായ പ്രസ്താവന. ഏതാണ് തെറ്റായ പ്രസ്താവന? രോഹിത് ശർമ്മയുടെ ടൂർണമെൻറ്റിലെ താരപന്തലിൽ തെറ്റായ പ്രസ്താവനയാണ്. ശരിയായ പ്രസ്താവന എന്ന് വായിക്കാം. 2025 ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതൊക്കെയാണ്? ഫൈനൽ ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യക്ക് 4 വിക്കറ്റ് ജയം. അതേപോലെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് 3ാം കിരീടമാണ് എന്നുള്ളതാണ് ശരിയായത്. ഇവിടെ തെറ്റായതാണ് ചോദിച്ചത്. തെറ്റായത് ഓപ്ഷൻ ബി ആണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? വി രാമസുബ്രഹ്മണ്യനാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? വി രാമസുബ്രഹ്മണ്യനാണ്.
കേരളത്തിലെ ഏതു ചരിത്ര സംഭവത്തിൻ്റെ 100-ാം വാർഷികമാണ് 2024 ആഘോഷിക്കുന്നത്? വൈക്കം സത്യാഗ്രഹം. കേരളത്തിലെ ഏത് ചരിത്ര സംഭവത്തിൻ്റെ 100-ാം വാർഷികമാണ് 2024 ആഘോഷിച്ചത്? വൈക്കം സത്യാഗ്രഹം. ന്യൂഡൽഹിയിൽ 2023 കൂടിയ G20 രാജ്യ കൂട്ടായ്മയുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? ഇത് മുഴുവനും WCPന് ചോദിച്ചതാണ്. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്നുള്ളതായിരുന്നു. ന്യൂഡൽഹിയിൽ 2023 കൂടിയ G20 രാജ്യ കൂട്ടായ്മയുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. അടുത്തത് ക്യാൻസറിനെതിരെ പ്രതിരോധിക്കുന്നതിനായി 9 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷൻ ഏതാണ്? HPV വാക്സിനേഷനാണ്. ക്യാൻസറിനെ പ്രതിരോധിക്കാനായി 9 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷനാണ് HPV വാക്സിനേഷൻ. അടുത്ത ചോദ്യം, ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഏതാണ് ശരിയായ പ്രസ്താവന? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണത്. അതായത് മൂന്നാമതാണ് ശരിയായ പ്രസ്താവന. എന്താണ് ശരിയായ പ്രസ്താവന? 286 ദിവസത്തെ ബഹിരാകാശ വാസത്തിന് ശേഷമാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലെത്തിയത്. അതാണ് ഇതിൽ ശരിയായ പ്രസ്താവന. ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ചോദിച്ചത്. ഏതാണ്? മൂന്നാമതുള്ളതാണ് ശരിയായത്. 286 ദിവസമാണ് ദിവസത്തെ ബഹിരാകാശ വാസത്തിന് ശേഷമാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിൽ എത്തിയത്. അടുത്തത്, ഏഷ്യൻ ഗെയിംസ് 2023 ആയി താഴെ തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്തത്. ശരിയായത് ഏതാണ്? ഇന്ത്യ 28 സ്വർണം നേടി. അതേപോലെ ചൈനയിലെ ഹാങ്ഷുവിൽ നടന്നു. അടുത്തത് ജപ്പാനിലാണ്. അപ്പം ഏഷ്യൻ ഗെയിംസ് 2023 താഴെ തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്തതാണ് ചോദിച്ചത്. ഓപ്ഷൻ ബി ആണ്. അതായത് ഏഷ്യൻ ഗെയിംസ് 2023 ശരിയായത് ഓപ്ഷനിൽ തന്നിട്ട് ഏതൊക്കെയാണ്? ശരിയായത് നമ്മളെന്തായാലും പഠിച്ചിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്. ഇന്ത്യ 28 സ്വർണം നേടി. ചൈനയിലെ ഹാങ്ഷുവിലാണ് നടന്നത്. അതേപോലെ അടുത്ത ഏഷ്യൻ ഗെയിംസ് എവിടെയാണ്? ജപ്പാനിലാണ്. അതുപോലെ അവസാനത്തെ ചോദ്യമാണ്, അമൃതകാൽ എന്ന ആശയവുമായി ബന്ധമില്ലാത്തത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ ആണ്. അപ്പോൾ അമൃതകാലുമായി ബന്ധമില്ലാത്തത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ബാക്കി മൂന്നും ബന്ധമുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 2025 PSC ചോദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ക്ലാസ്സിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ള പേർക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള ഒരുപാട് ക്ലാസ്സുകൾ, അതായത് ഇനിയിപ്പോൾ 2021 മുതൽ 2025 വരെ ചോദിച്ചിട്ടുള്ള മുഴുവൻ GK പാർട്ടുകൾ എന്ന് പറയുന്ന വലിയൊരു ക്ലാസ് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് ക്ലാസ്സുകൾ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ക്ലാസ്സുകൾ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. എവർക്കും വിജയാശംസകൾ നേരുന്നു. ഗുഡ് ബൈ.